തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ച പ്രജകളെ കാണാൻ കുറച്ചു ദിവസമായി തൃശൂർ MP ശ്രമിക്കുന്നുണ്ട്. കലുങ്ക് സഭ എന്നാണ് പേര്. ഇടയ്ക്കിടയ്ക്ക് ആ കലുങ്ക് സഭയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്. നിവേദനവുമായി വന്ന ഒരു പാവം അച്ഛനോട് നിർദാക്ഷിണ്യം ഇതൊന്നും MP-യുടെ പണിയല്ല എന്ന് പറഞ്ഞത് കേരളം കേട്ടതാണ്. ആ ദൃശ്യം കണ്ടപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ആ പാവം അച്ഛന്റെ പിറകിൽ ഒരാൾ കൂടി നിവേദനവുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തൃശൂർ MP-യുടെ ആ പ്രതികരണം കണ്ട് ആ നിവേദനം ആ മനുഷ്യൻ പിന്നിലേക്ക് ഒളിപ്പിച്ചു. ഇന്നലെയും മറ്റൊരു കാഴ്ച കണ്ടു. കോട്ടയത്ത് സുരേഷ് ഗോപിയെ കണ്ട് നിവേദനം നൽകാൻ ശ്രമിച്ചയാളെ പിടിച്ചു മാറ്റുന്ന BJP പ്രവർത്തകരെ. ആ പാവത്തിനെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. ഇന്ന് ഇടുക്കി വട്ടവടയിലായിരുന്നു സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം. നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ പരിഹസിക്കുകയാണ് തൃശൂർ MP. വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നാണ് പരിഹാസം. കേവലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും എനിക്ക് തോന്നാമെന്ന് എനിക്ക് അറിയത്തില്ല. അവരൊക്കെ ഒന്ന് തെറിച്ച് മാറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ, അന്നേരം നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ. വട്ടവടയിൽ പുതിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതിനാണ് MP-യുടെ ഈ കേട്ട മറുപടി. കൃത്യം മറുപടി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തന്നെ നൽകുന്നുണ്ട്. കലുങ്ക് തമ്പ്രാനിൽ നിന്ന് കേരളത്തിന് ഒരു മുട്ടു സൂചിയുടെ ഉപകാരം പോലും ഇല്ല എന്ന് V. ശിവൻകുട്ടി ഫേസ്ബുക്കിൽ എഴുതി. കലുങ്കിസമാണ് സുരേഷ് ഗോപിയുടെ പ്രത്യയ ശാസ്ത്രമെന്നും ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. കൃത്യമായ മറുപടി മന്ത്രി തന്നെ നൽകുന്നു. ഒന്നാമത്തെ കാര്യം, മികച്ച വിദ്യാഭ്യാസമുള്ള മന്ത്രിയാണ് V. ശിവൻകുട്ടി. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഭൂരിപക്ഷവും പറയുക V. ശിവൻകുട്ടിയുടെ പേരായിരിക്കും. V. ശിവൻകുട്ടി BA LLB ആണ്, അതായത് ഇരട്ട ബിരുദം. ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൽ നിന്ന് BA, കേരള ലോ അക്കാദമിയിൽ നിന്ന് LLB-യും. ഈ രണ്ടിടത്തും പോയി ചോദിച്ചാൽ മന്ത്രിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്തായാലും കോടതിയിൽ പോകേണ്ടി വരില്ല. ശിവൻകുട്ടിയുടെ കൂടെ പഠിച്ചവരും ഈ കേരളത്തിൽ തന്നെ കാണും. കലുങ്ക് സഭയിൽ നിന്നും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇറങ്ങി നിയമസഭാ വെബ്സൈറ്റ് ഒന്ന് നോക്കിയാൽ മതി MP-ക്ക് ഈ വിവരം കിട്ടാൻ. പുറത്തു പറയാതിരിക്കാൻ ഇത് പ്രധാനമന്ത്രിയുടെ ബിരുദമൊന്നുമല്ലല്ലോ. എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് പിന്നെ ദേശീയ സുരക്ഷാ വിഷയമാണല്ലോ.